ഹായ് ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ കുറച്ച് ഞണ്ട് കിട്ടിയിട്ടാ മീൻകാർ വന്നപ്പോൾ വലിയ ഞണ്ടായിരുന്നു. അപ്പോൾ അതന്നെ ഉള്ളൂ. അപ്പോൾ ഞങ്ങളതുകൊണ്ട് മേടിച്ചു. അപ്പോൾ റോസ്റ്റ് വെക്കാലോ എന്ന് വിചാരിച്ച് അത് വൃത്തിയാക്കായിരുന്നു കേട്ടോ. കുറച്ച് പണിയുണ്ട് വൃത്തിയായി കിട്ടാൻ. അപ്പോൾ അതിൻ്റെ പണിപ്പുരയിലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുക്കണമല്ലോ. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കാനും കുറച്ച് പണിയുണ്ട്. അതിൻ്റെ ഉള്ളിൽ കുറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ റോസ്റ്റ് വെക്കാനുള്ള പ്ലാനിങ്ങിലാണ്. ഒരു 3 സവാള കുത്തി അരിഞ്ഞിട്ട് ചീനച്ചട്ടിയിലിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചീനച്ചട്ടിയിലിട്ടിട്ട് വഴറ്റി കൊടുക്കാം. സാധാരണ റോസ്റ്റ് വെക്കണ പോലൊക്കെ തന്നെ. അപ്പം ഞാനിപ്പോൾ ഞണ്ട് മേടിച്ചു നിങ്ങൾക്ക് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മേടിച്ചപ്പോൾ വീഡിയോ ജസ്റ്റ് ഫോർ ഫൺ ഒന്നിങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ അങ്ങനെ ഉള്ളി ഉപ്പൊക്കെ ഇട്ടിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് പിന്നെ തക്കാളി ഇട്ടിട്ട് നല്ലോണം വഴറ്റി കൊടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് എന്നിട്ട് നല്ലോണം വഴറ്റി കൊടുക്കാം. അതിനുശേഷം പൊടികളെല്ലാം ഇടണമല്ലോ, അതല്ലേ അതിൻ്റെ ഒരു മര്യാദ. അപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് പാകത്തിന് ഉപ്പിട്ട് കുറച്ച് കറി മസാല പൊടി ഇടണം കേട്ടോ. എന്നിട്ട് നല്ലോണം മസാല ഒക്കെ പിടിപ്പിക്കുക കേട്ടോ. കുറച്ച് നേരം ചെറിയ തീയിലിട്ട് അതൊന്ന് സെറ്റായി വരുന്നവരെ ഒന്ന് ക്ഷമിക്കുക. അപ്പം അത് കഴിഞ്ഞ് അതൊക്കെ സെറ്റായി വന്നപ്പോൾ ഞണ്ട് വേവണമല്ലോ. അപ്പോൾ സെറ്റായി വന്നപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുക. ഞണ്ട് വേവാനുള്ള ഒരു സാവകാശം കൊടുക്കണ്ടേ, അങ്ങനെ. അപ്പോൾ ഞണ്ട് കഴുകി വെച്ചിരിക്കുന്ന ഞണ്ടൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ ഇട്ട് കൊടുത്തിട്ടാ. എന്നിട്ട് ഒരു 20 മിനിറ്റ് അടച്ച് വേവിക്കുക. അതിന് ശേഷം ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് തുറന്ന് വെച്ചിട്ട് കുറച്ച് നേരം ആ വെള്ളം വറ്റിച്ചെടുക്കണം കേട്ടോ. ഇനി അത് വെള്ളം വറ്റിച്ചെടുക്കണം. ഈ കാണുന്ന വെള്ളം ഫുള്ള് വറ്റിച്ചെടുക്കണം. എല്ലാം റോസ്റ്റിൻ്റെ ഒരു രീതി. അപ്പം അത് നല്ലോണം വെള്ളം വറ്റിച്ചെടുത്തിട്ട് സാധാരണ എന്ത് ചെയ്യണം, അത് കഴിക്കാനുള്ള പ്രിപ്പറേഷനിലാണ് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ്, നമ്മളെ സഹോദരന്മാരും സഹോദരിമാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം എങ്ങനെയുണ്ട് വീഡിയോസ് എന്നൊക്കെ. ഓക്കെ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കിയ കാരണം കൊണ്ട് പറയല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്നവർ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ ലവ് യു ആൻഡ് ബൈ.